ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ RSS എടുത്തത് ശക്തമായ നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ. ത്രിവർണം ഇന്ത്യയുടെ നിറമല്ല, 3 എന്ന വാക്കുപോലും തിന്മ എന്നായിരുന്നു അന്ന് RSS പറഞ്ഞത്. ഭരണഘടനാ അസംബ്ലി ത്രിവർണ പതാക ദേശീയ പതാകയായി തീരുമാനിച്ചപ്പോൾ തന്നെ RSS എതിർത്തു. ഇതൊക്കെ ചരിത്രമാണ് പറയുന്നത് കേട്ടോ. RSS മുഖപത്രം ഓർഗനൈസർ ദേശീയ പതാകയ്ക്കെതിരെ ലേഖനവും പ്രസിദ്ധീകരിച്ചു. ചെങ്കോട്ടയിൽ ത്രിവർണ പതാകയല്ല കാവിക്കൊടി പാറണമെന്ന് ആവശ്യപ്പെട്ടു. അതൊക്കെ സ്വാഭാവികമാണ്. ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വിവിധ വിഭാഗക്കാരുണ്ടാകും, വിഭിന്ന ആശയക്കാരുണ്ടാകും, അവർക്കിതൊക്കെ ആവശ്യപ്പെടാം. അപ്പോൾ അന്ന് ഈ RSS ആവശ്യപ്പെട്ടത് ഇതായിരുന്നു. 1947 ജൂലൈ 17 മൂന്നാം ലക്കത്തിലാണ് 3 നിറമുള്ള കൊടി ഇന്ത്യക്കാർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുമെന്നും രാഷ്ട്രത്തിന് ഹാനികരമാണ് എന്നുമാണ് അന്ന് ഓർഗനൈസർ എഴുതിയത്. ഓർഗനൈസർ ഇന്നുമുള്ള പ്രസിദ്ധീകരണമാണല്ലോ. ഇതെപ്പോഴാണ് RSS അംഗീകരിക്കുന്നത് നോക്കാം. RSS ദേശീയ പതാകയെ അംഗീകരിച്ചത് ഗാന്ധി വധത്തിന് ശേഷമാണ്. അറസ്റ്റിലായ RSS നേതാക്കളെ മോചിപ്പിക്കുന്നതിന് പട്ടേൽ ഒരു നിബന്ധന വച്ചു. നിരോധനം പിൻവലിക്കണമെങ്കിൽ എഴുതി തയ്യാറാക്കിയ ഭരണഘടന വേണമെന്ന സർക്കാർ ഉപാധിയാണ് വെച്ചത്. അങ്ങനെ എഴുതിയുണ്ടാക്കിയ RSS ഭരണഘടനയുടെ 5-ാം വകുപ്പിൽ ദേശീയ പതാകയെ അംഗീകരിക്കണമെന്ന ഉപാധിയും വെച്ചു. അങ്ങനെയാണ് ദേശീയ പതാകയെ അംഗീകരിക്കാൻ RSS പിന്നീട് നിർബന്ധിതരാകുന്നത്. 2002 വരെ RSS ആസ്ഥാനത്ത് സ്ഥിരമായി ദേശീയ പതാക ഉയർത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ മുമ്പും പലകുറി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം കിടക്കുന്നത്.